കോൺഗ്രസ് ഭരിക്കുന്ന കോതമംഗലം കുട്ടമ്പുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് നിക്ഷേപത്തുക തിരികെ നൽകാതെ വഞ്ചിച്ചതായി പരാതി. കീരമ്പാറ സ്വദേശി നൽകിയ പരാതിയിൽ സഹകരണ സംഘത്തിലെ മുൻ ജീവനക്കാരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. കുട്ടമ്പുഴയിൽ പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സ്ഥിര നിക്ഷേപം നടത്തിയ കീരമ്പാറ സ്വദേശിയായ ആൽവിൻ വത്സലനാണ് നിക്ഷേപത്തുക തിരികെ നൽകാതെ കബളിപ്പിച്ചെന്ന പരാതി നൽകിയത്. സഹകരണ സംഘത്തിലെ ജീവനക്കാരനും സുഹൃത്തുമായിരുന്ന ആഷ്പിൻ ജോസ് എന്നയാളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു തുക നിക്ഷേപിച്ചത്. 2021 മുതൽ 2023 വരെയുള്ള കാലയളവിൽ സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമായി 72,50,000 രൂപ നിക്ഷേപിച്ചു. എന്നാൽ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ പല തവണകളായി 10 ലക്ഷം രൂപ മാത്രമാണ് തിരികെ ലഭിച്ചത്. ബാക്കി തുകയ്ക്കായി ആവശ്യപ്പെട്ടെങ്കിലും അവധികൾ പറഞ്ഞ് ബാങ്ക് ജീവനക്കാരും ഭരണസമിതിയും കൈയൊഴിഞ്ഞു. ഇതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. ഇന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ തിരിച്ചു തരാമെന്നുള്ള ഉറപ്പിന്റെ പേരിലാണ് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു കാലത്ത് ഈ പൈസ തിരിച്ചു കിട്ടാത്തതിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ. നമ്മളിപ്പോൾ വേറൊന്നുമില്ല, ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, എപ്പോൾ ചോദിച്ചാലും തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിലാണ്. ഇവരുടെ ഭാഗത്തു നിന്ന് 2 ജീവനക്കാരുള്ളത്, 2 ജീവനക്കാരും ഒളിവിലാണ്. അതിൽ ഒരു പ്രസിഡന്റ് ഉള്ളത് ഇപ്പോൾ ഒളിവിലാണ്, ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൽവിന്റെ പരാതിയിൽ കോതമംഗലം അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ സഹകരണ സംഘത്തിൽ പണാപഹരണം നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കേസിലെ 1ഉം 2ഉം പ്രതികളായ ആഷ്ബിൻ ജോസ്, ബേബി പോൾ എന്നിവർ വിദേശത്താണ്. മുൻ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് സഹകരണ സംഘത്തിൽ തട്ടിപ്പ് നടന്നതെന്നാണ് ഭരണസമിതിയുടെ വിശദീകരണം. നിക്ഷേപ തുക തിരികെ ലഭിക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 24 തൊടുപുഴ.